ഇനി നമുക്ക് IMFനെതിരെയുള്ള ക്രിറ്റിസിസം, വിമർശനങ്ങൾ നമുക്ക് നോക്കാം. സ്വാഭാവികമാണ്, ഒരു സംഘടന ഉണ്ടെങ്കിൽ അതിന് വിമർശനവും ഉണ്ടാവും, ഗുണവും ഉണ്ടാവും. അപ്പോൾ വിമർശനമില്ലാത്ത അല്ലെങ്കിൽ ഡീമെറിറ്റുകളില്ലാത്തൊരു കാര്യവും ഭൂമിയിലില്ല എന്നാണ് പറയുക. അപ്പം പ്രധാനമായിട്ടുള്ള വിമർശനം എന്താണെന്ന് വെച്ചാൽ, ഏറ്റവും പ്രധാനപ്പെട്ട വിമർശനം നേരത്തെ ഞാൻ പറഞ്ഞ പോലെയാണ്. ഇത് എല്ലാം സമ്പദ് വ്യവസ്ഥയിൽ മുന്നോക്കം നിൽക്കുന്ന രാജ്യങ്ങളുടെ സഹായത്തിനാണ് ഈ IMF എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിമർശനമായിട്ട് വരുന്നത്. ഓക്കെ, ഈ ഹൈലി ഡെവലപ്ഡ് ആയുള്ള കൺട്രികളെ കുറേയും കൂടി പ്രൊമോട്ട് ചെയ്യാനായിട്ട് ആണ് ഇവർ ശ്രമിക്കുന്നത് എന്നാണ് പറഞ്ഞത്. ഏത് IMFനുള്ള പ്രധാനപ്പെട്ട വിമർശനം. പിന്നെ IMF വന്നിട്ടും പോവർട്ടി കൂടുകയാണ് എന്നുള്ള ഒരു വിമർശനം വേറെയുണ്ട്. മനസ്സിലായല്ലോ. എന്തായാലും ഇതൊക്കെ ഇനി നമുക്ക് അങ്ങനെ ഒരു സിസ്റ്റമാറ്റിക്കായിട്ട് പോവാം. എന്തൊക്കെയാണ് IMFനെ കുറിച്ചുള്ള ക്രിറ്റിസിസം? ഓക്കെ, ഒന്നാമത്തെ ക്രിറ്റിസിസം ഈ കണ്ടീഷണാലിറ്റീസ്. ഇപ്പം നമ്മൾ പറഞ്ഞില്ല, IMF നമുക്ക് പണം ലെൻഡ് ചെയ്യുന്ന സമയത്ത് ദേ വിൽ ബ്രിങ് സം കണ്ടീഷൻസ്. ഈ നമ്മൾ ഇഫ് ദ കൺട്രി ഫെയിൽസ് ടു ഒബേ ദാറ്റ് കണ്ടീഷൻസ് ദേ വിൽ നോട്ട് ഗെറ്റ് മോണിറ്ററി ഹെൽപ്പ്. അതാണ് പ്രധാനപ്പെട്ടത്. അപ്പം എല്ലാ രാജ്യങ്ങൾക്കും ഇവരുടെ ഈ കണ്ടീഷൻസ് ഉൾക്കൊള്ളാൻ കഴിയുമായിരിക്കില്ല. അപ്പം എന്നുവെച്ചാൽ ഈ ഉൾക്കൊള്ളാൻ കഴിയായിരിക്കില്ല പറഞ്ഞാൽ ഞാനിപ്പം പറഞ്ഞില്ലേ, ഇപ്പോൾ ഇന്ത്യ രാജ്യം, ഇന്ത്യക്ക് ഏതെങ്കിലും തരത്തിലുള്ള അസിസ്റ്റൻസ് കിട്ടണമെങ്കിൽ ഇങ്ങനെയുള്ള കണ്ടീഷൻസ് വയ്ക്കുന്ന സമയത്ത് ഗവൺമെൻറ് അത്തരം കണ്ടീഷൻസ് രാജ്യത്ത് നടപ്പിലാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങൾ വരും. അവരുടെ ഭരണം പോലും പോകുന്ന അവസ്ഥ വരും. മനസ്സിലായല്ലോ. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ കർഷക സമരമൊക്കെ നിങ്ങളോട് പറഞ്ഞത്. ഈ കാർഷിക സമരം അല്ലെങ്കിൽ കർഷക നിയമങ്ങളിൽ എത്രത്തോളം IMFൻ്റെ കൈകടത്തലുകളുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഓക്കെ, അപ്പം ചിലപ്പോൾ അവർ ഒരുപാട് കണ്ടീഷൻസ് ഇന്ത്യ ഗവൺമെൻറ്റിനോട് പറഞ്ഞിട്ടുണ്ടായിരിക്കാമെന്ന് ഞാൻ പറഞ്ഞത്. എനിക്കിപ്പോൾ അതിനെക്കുറിച്ച് പരിപൂർണമായിട്ട് അറിയില്ല. എങ്കിലും രാജ്യത്ത് ഈ എക്കണോമിക് റിഫോംസ് വരുമ്പോഴൊക്കെ ഇത് ഗവൺമെൻറ് മാത്രം എടുക്കുന്ന തീരുമാനമല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ദീസ് കൈൻഡ്സ് ഓഫ് എക്കണോമിക് റിഫോംസ് ആർ കൺട്രോൾഡ് ആൻഡ് റെഗുലേറ്റഡ് ബൈ സം അതർ ബോഡി. മനസ്സിലായല്ലോ. അതിൽ അവർ ഈ IMFും വേൾഡ് ബാങ്കൊക്കെ അതിൽ പ്രധാനപ്പെട്ടൊരു റോള് വഹിക്കുന്നുണ്ട്. അപ്പോൾ ഈ സബ്സിഡി വെട്ടിക്കുറയ്ക്കുക അങ്ങനെയൊക്കെ ഉള്ളത് അതൊക്കെ IMFൻ്റെ ഒരു ഇതാണ്. സബ്സിഡി പരമാവധി കുറച്ച് കൊടുക്കുക, പബ്ലിക് എൻ്റർപ്രൈസുകൾ നഷ്ടമായ ഉടനെ തന്നെ വിറ്റഴിക്കുക, ഇതൊക്കെ അത് അവർ എക്കോണമീനെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് അവർ പറയുന്നതാണ്. പല വിദേശ രാജ്യങ്ങളിലും അവർ ചെയ്ത് വിജയിപ്പിച്ചതാണ്. പക്ഷെ അത് എല്ലാ രാജ്യങ്ങളിലും അത് നടത്താൻ ബുദ്ധിമുട്ടാണ്. അതാണ് ഒന്ന്. അപ്പോൾ ഇവരുടെ കണ്ടീഷണാലിറ്റീസ് ബോറോവിങ് കൺട്രികൾക്ക് പലപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ട്. പിന്നെ ഹൈ ഇൻട്രസ്റ്റ് റേറ്റാണ് പറയുന്നത്. മനസ്സിലായല്ലോ. കാരണം പ്രധാനപ്പെട്ടവർ ലോണല്ലേ കൊടുക്കുന്നത്. അപ്പോൾ ആ ലോണിന് മുകളിൽ ഭയങ്കരമായിട്ടുള്ള ഇൻട്രസ്റ്റ് റേറ്റാണ് ഇവർ ചുമത്തുന്നത് എന്ന് ഇവരുടെ വിമർശകർ പറയുന്നു. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് ഡിസ്ക്രിമിനേറ്ററി ട്രീറ്റ്മെൻറ്റാണ്. എന്താ ഡിസ്ക്രിമിനേറ്ററി ട്രീറ്റ്മെൻറ്റ് പറഞ്ഞാൽ? നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, വെസ്റ്റേൺ കൺട്രികൾക്ക് ഒരു നിയമവും പിന്നെ ഏഷ്യ അല്ലെങ്കിൽ ബാക്ക്വേർഡ് ആയിട്ടുള്ള ആഫ്രിക്ക പോലുള്ള രാജ്യങ്ങൾക്ക് വേറൊരു ട്രീറ്റ്മെൻറ്റുമാണ്. അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണെന്ന് എനിക്കും തോന്നാറുണ്ട് പല കാര്യങ്ങളും വായിക്കുന്ന സമയത്ത്. മനസ്സിലായല്ലോ. റിച്ച് കൺട്രികൾക്ക് വേണ്ടിയിട്ടാണ് നിലകൊള്ളുന്നത്. പിന്നെ ഈ അടുത്ത കാലത്ത് ഡൊണാൾഡ് ട്രംപ് എല്ലാം പറഞ്ഞ് നിങ്ങൾ ഓർക്കുക, പല സംഘടനകളും അമേരിക്കയുടെ പൈസ വാങ്ങിയിട്ട് ദരിദ്ര രാജ്യങ്ങളെ നേരെയാക്കാനാണ് നോക്കുന്നത്, അതുകൊണ്ട് ഞങ്ങൾ ഇനി അതിലേക്കൊന്നും കോൺട്രിബ്യൂട്ട് ചെയ്യൂല എന്നൊക്കെ പറഞ്ഞിട്ട് ട്രംപ് ഭയങ്കര കാര്യങ്ങളെല്ലാം പറഞ്ഞിരുന്നു. ഇപ്പം പിന്നെ ബൈഡൻ വന്ന സ്ഥിതിക്ക് പിന്നെ ആ പ്രശ്നങ്ങളുണ്ടാവില്ല. ആ കോട്ട ഇതെല്ലാം പുനഃസ്ഥാപിക്കാനാണ് ബൈഡൻ നിൽക്കുന്നത്. അപ്പോൾ എല്ലാവരുടെ ഒപ്പം എന്നുള്ളതാണ് ഇപ്പോൾ US നയം. അപ്പം ട്രംപിന് ചിലപ്പോൾ തോന്നിയേക്കും, അയാളെയും കുറ്റപ്പെടുത്താൻ കഴിയില്ല, നമ്മുടെ പൈസ വാങ്ങിയിട്ട് ദരിദ്ര രാജ്യങ്ങൾ നേരെ പോകുന്നൊരു സംശയം അവർക്കുണ്ടായിരിക്കാം. പക്ഷേ ഈ IMFനെതിരെ ഇപ്പം പറയുന്നത് അവർ സത്യസന്ധമായിട്ട് ഈ റിച്ച് കൺട്രികളുടെ കൂടെ നിൽക്കുകയാണ്. അപ്പോൾ ആക്ച്വലി അവർ ആരുടെ കൂടെ നിൽക്കണമെന്ന് അവർക്ക് തന്നെ അറിയണില്ല. അമേരിക്ക പറയുന്നത് ഇത്തരം സംഘടനകളെല്ലാം, ലോകാരോഗ്യ സംഘടന, ഇവരെല്ലാം അമേരിക്കയുടെ കയ്യിൽ നിന്ന് ധാരാളമായിട്ട് പൈസ വാങ്ങിയിട്ട് അമേരിക്കനെതിരെയുള്ള നിയമങ്ങൾ ഉണ്ടാക്കുക എന്ന് പറയുന്നു. മറ്റുള്ളവർ പറയുന്നത് എന്താ, ഇത്തരം സംഘടനകളിലെല്ലാം റിച്ച് കൺട്രികളുടെ കൂടെ നിൽക്കണമെന്ന്. ഓക്കെ, അപ്പോൾ അത് വേറൊരു പ്രശ്നമാണ് IMFൻ്റെ ഡിസ്ക്രിമിനേറ്ററി ട്രീറ്റ്മെൻറ്റ്. ദേ ഹാവ് ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് പോളിസീസ് ടു വെസ്റ്റേൺ കൺട്രീസ് ആൻഡ് ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് പോളിസീസ് ടു ഏഷ്യൻ ആൻഡ് ആഫ്രിക്കൻ ബാക്ക്വേർഡ് കൺട്രീസ്. ഓക്കെ, അതങ്ങനെ വേറൊരു വിമർശനം.
പിന്നെ എക്സ്ചേഞ്ച് റേറ്റ് സ്റ്റെബിലിറ്റി ഞാൻ പറഞ്ഞല്ലോ, ഇതിൽ ഗുണത്തിൽ ഇത് പിന്നെ ദോഷമായിട്ടും പറയുമെന്ന് പറഞ്ഞില്ലേ. എക്സ്ചേഞ്ച് റേറ്റ് സ്റ്റെബിലിറ്റി കൊണ്ടുവരാൻ പറ്റിയെന്ന് അച്ചീവ്മെൻറ്റിൽ പറയുമെങ്കിലും അത്രയും ക്ലിയർ ആയിട്ട് അത് വിജയിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. മനസ്സിലായല്ലോ. എക്സ്ചേഞ്ച് റേറ്റ് സ്റ്റെബിലിറ്റി കൊണ്ടുവരാൻ നമ്മുടെ IMFന് കഴിഞ്ഞിട്ടില്ല എന്നുള്ള വേറൊരു വിമർശനവും ഇവർക്ക് ഉണ്ട്. അപ്പോൾ പല ആൾക്കാരും IMF എന്തിനാണ് രൂപീകരിച്ചിരുന്ന ഒബ്ജക്റ്റീവ് തന്നെ അവർ മറന്നുപോയി എന്നുള്ളൊരു പരിപാടി പലരും ആൾക്കാരും ഉന്നയിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ പല രാജ്യങ്ങളുടെയും നമ്മുടെ എക്സ്ചേഞ്ച് റേറ്റ്, പല രാജ്യങ്ങളുടെയും എക്സ്ചേഞ്ച് റേറ്റ് IMF നിലവിൽ വന്നതിന് ശേഷവും ഹൈലി ഫ്ലക്ച്വേറ്റഡ് ആണെന്ന് പറയുന്നു. അപ്പം അത് വേറൊരു വിമർശനം. പിന്നെ ലിക്വിഡിറ്റി പ്രോബ്ലംസിന് യാതൊരു തരത്തിലുള്ള സൊല്യൂഷനും ഇല്ല എന്ന് പറയുന്നു. അതായത് ഒരു രാജ്യത്തിന് ഏതെങ്കിലും തരത്തിലുള്ള ലിക്വിഡ് എമൗണ്ട് പൈസ ആവശ്യമുണ്ടെങ്കിൽ അത് കൊടുക്കാൻ ഇവർക്ക് കഴിയുന്നില്ല എന്നുള്ള വേറൊരു വിമർശനം. അപ്പോൾ ഇവരുടെ കയ്യിൽ എല്ലാ രാജ്യങ്ങൾക്കും കൊടുക്കാനുള്ള അത്രയും റിസോഴ്സ് ഇല്ല എന്നുള്ള വിമർശനമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ IMF ലിക്വിഡിറ്റി പ്രോബ്ലം ഫേസ് ചെയ്യുന്നു. കാരണം അംഗരാജ്യങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുന്ന സമയത്ത് പെട്ടെന്ന് എടുത്തു കൊടുക്കാൻ ഇവരുടെ കയ്യിൽ പൈസ ഇല്ല. അപ്പോൾ അങ്ങനൊരു വിമർശനമുണ്ട്. മനസ്സിലായല്ലോ. പിന്നെ മൾട്ടിപ്പിൾ എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റത്തിനെ പരമാവധി എലിമിനേറ്റ് ചെയ്തു എന്ന് നമ്മൾ ഗുണത്തിൽ പറഞ്ഞു. പക്ഷേ ഇപ്പോഴും മൾട്ടിപ്പിൾ എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം പല രാജ്യങ്ങളിലും നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് വേറൊരു വിമർശനമാണ്. അതിന് ഇവർക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റിയിട്ടില്ല, തടുക്കാൻ കഴിഞ്ഞിട്ടില്ല. മനസ്സിലായല്ലോ. അപ്പോൾ നിങ്ങളുടെ അതിൽ പറയുന്നു ഫ്രാൻസിൽ 2 തരത്തിലുള്ള എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റമാണ് നിൽക്കുന്നത്. ഒന്ന് ട്രേഡ് ട്രാൻസാക്ഷന് ഫിക്സഡ് എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റവും സ്പെക്കുലേറ്റീവ് ട്രാൻസാക്ഷന് ഫ്ലോട്ടിംഗ് എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റമാണ് ഫ്രാൻസിൽ നിൽക്കുന്നത് എന്ന്. അപ്പോൾ അതിനെ തടയിടാൻ ആർക്ക് കഴിഞ്ഞിട്ടില്ല, നമ്മുടെ IMFന് കഴിഞ്ഞിട്ടില്ല എന്ന് വേറൊരു വിമർശനം. ഓക്കെ, അതുപോലെ കറൻസീൻ്റെ ഓട്ടോമാറ്റിക് റീവാലുവേഷന് യാതൊരു തരത്തിലുള്ള പ്രൊവിഷനും ഇവിടെ ഇല്ല, IMFൽ ഇല്ല എന്ന് പറയുന്നു. ഓട്ടോമാറ്റിക് റീവാലുവേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു കറൻസി ഇങ്ങനെ ഡീവാല്യൂ ചെയ്യുന്ന സമയത്ത് ഈ നമ്മുടെ IMFൻ്റെ സഹായമില്ലാതെ തന്നെ കറൻസിക്ക് മുന്നോട്ട് വരാനുള്ള ഒരു പരിപാടിയും ഇവരുടെ കയ്യിൽ നിന്നില്ല എന്ന് പറയും. മനസ്സിലായല്ലോ. ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഒരു രാജ്യത്തിൻ്റെ കറൻസി വളരെയധികം ഡീവാല്യൂ ചെയ്യുന്ന സമയത്ത് ആ കറൻസിനെ രക്ഷിക്കാനായിട്ട് പലതരത്തിലുള്ള സഹായങ്ങൾ IMF ചെയ്യുന്നുണ്ട്. പക്ഷേ അതിൻ്റെ ഓട്ടോമാറ്റിക് റീവാലുവേഷൻ ഓഫ് കറൻസി അവിടെ നടക്കുന്നില്ല. മനസ്സിലായല്ലോ. വിപണിയിലേക്ക് അത് കറൻസിക്ക് തിരിച്ചു വരാനുള്ള കാര്യങ്ങളൊന്നും ഇവർ ചെയ്യുന്നില്ല എന്നാണ് വേറൊന്ന്. അപ്പം ഓട്ടോമാറ്റിക്കായിട്ട് ഒരു കറൻസീൻ്റെ അപ്രീസിയേഷന് IMFൻ്റെ കാര്യങ്ങളൊന്നും സഹായിക്കുന്നില്ല. ഈവൻ ദോ ദേ ആർ ലെൻഡിങ് എമൗണ്ട് ഫോർ റെസ്ക്യൂയിങ് ദീസ് കൈൻഡ്സ് ഓഫ് കറൻസി devaluation, there is no programs undertaken by the IMF for the automatic revaluation of the currency. അത് വേറൊന്ന്. മനസ്സിലായല്ലോ. അതുപോലെ കറൻസിൻ്റെ ഫ്രീ കൺവേർട്ടബിലിറ്റി ഇപ്പോഴും അറ്റൈൻ ചെയ്തിട്ടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ US ഡോളർ ഒഴിച്ച് ബാക്കി ഒരു കറൻസിയും നമുക്ക് വേറൊരു കറൻസിയുമായിട്ട് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, കൺവേർട്ട് ചെയ്യാൻ പറ്റില്ല. US ഡോളർ നടക്കുന്നുണ്ട്, പക്ഷേ മറ്റുള്ള കറൻസികളൊന്നും വേറെ കറൻസിയുമായിട്ട് ഫുള്ളി കൺവേർട്ടബിൾ ആവുന്നില്ല, അല്ലെങ്കിൽ ഫ്രീലി കൺവേർട്ടബിൾ ആവുന്നില്ല എന്ന് പറഞ്ഞിട്ട് വേറൊരു വിമർശനമുണ്ട്. മനസ്സിലായല്ലോ. അതുപോലെ IMFൻ്റെ കോട്ടകൾ, ഓരോ രാജ്യങ്ങൾക്ക് ഇത്ര കോട്ട, അത് അൺസയൻറ്റിഫിക് ആണെന്ന് പറയുന്നു. മനസ്സിലായല്ലോ. കാരണം ഈ USA, UK, ഫ്രാൻസിൻ്റെ അങ്ങനെയൊക്കെ വലിയ വലിയ പൈസയുള്ള രാജ്യങ്ങളുടെ ഇൻട്രസ്റ്റ് ആണ് IMF സംരക്ഷിക്കുന്നത് എന്ന് ഇവരുടെ വിമർശകർ പറയുന്നു. കാരണം ഇവരുടെ സഹായത്തിൻ്റെ കോട്ട അൺസയൻറ്റിഫിക് ആണെന്ന് പറയുന്നു. ഓക്കെ, അതുപോലെ ഈ ലെസ് ഡെവലപ്ഡ് അല്ലെങ്കിൽ ഡെവലപ്പിംഗ് കൺട്രികൾക്ക് ഇവർ ഇങ്ങനെയൊക്കെ കുറേ സഹായങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും അതും ഇനാഡിക്വേറ്റ് ആണെന്ന് പറയുന്ന വിഭാഗങ്ങളുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ അതിൽ പറയുന്നുണ്ട് ബൊളീവിയ, ഇക്വഡോർ, വെനസ്വേല, ബ്രസീൽ, അർജൻറ്റീന, മെക്സിക്കോ, ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ മനസ്സിലായല്ലോ അവരുടെ സഹായമൊന്നും ക്ലിയർ ആയിട്ട് ശരിയാവുന്നില്ല. അതായത് ഇനാഡിക്വസിയാണ്. ഇത്രയും പറഞ്ഞ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾ പറയുന്നത് ദ മോണിറ്ററി ഹെൽപ്പ് ഫ്രം IMF ഈസ് നോട്ട് ആഡിക്വേറ്റ്. അവരുടെ ട്രാൻസാക്ഷൻ നടത്താനുള്ള അത്രയും പൈസയൊന്നും ആരും കൊടുക്കുന്നില്ല, അല്ലെങ്കിൽ ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങളിൽ അവരെ ശരിയായ രീതിയിൽ സംരക്ഷിക്കാൻ IMFന് കഴിയുന്നില്ല എന്ന് ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾ പറയുന്നുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് ഓരോന്നായിട്ട് വീണ്ടും നോക്കാം. എന്തൊക്കെയാണ് IMFൻ്റെ ക്രിറ്റിസിസം? പരീക്ഷയ്ക്ക് ചോദിക്കുമ്പോൾ സുഖസുന്ദരമായിട്ട് എഴുതണം.
കണ്ടീഷണാലിറ്റി ഒരു പ്രശ്നമാണ്, ഹൈ ഇൻട്രസ്റ്റ് റേറ്റ് ഒരു പ്രശ്നമാണ്. ഓക്കെ, പിന്നെ ഡിസ്ക്രിമിനേഷൻ പ്രശ്നമാണ്, മനസ്സിലായല്ലോ. അൺസയൻറ്റിഫിക് കോട്ട പ്രശ്നമാണ്. എക്സ്ചേഞ്ച് റേറ്റ് സ്റ്റെബിലിറ്റി ഇപ്പോഴും അറ്റൈൻ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് വേറൊരു പ്രശ്നമാണ്. മൾട്ടിപ്പിൾ എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം ഇപ്പോഴും എലിമിനേറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് വേറൊരു പ്രശ്നമാണ്, മനസ്സിലായല്ലോ. ഓട്ടോമാറ്റിക് റീവാലുവേഷൻ ഓഫ് കറൻസി വരുന്നില്ല, മനസ്സിലായല്ലോ. ഓട്ടോമാറ്റിക്കായിട്ടുള്ള അപ്രീസിയേഷൻ ഓഫ് കറൻസി തീരെ IMF ഇതായിട്ടും വരുന്നില്ല. കാരണം കുറേയൊക്കെ അത് ശരിയാണ്. ഇപ്പോൾ ഇന്ത്യൻ രൂപ എന്നും അതുപോലെ തന്നെയുണ്ട്. ഡോളറിനെതിരെ വലിയൊരു കുതിച്ചുകയറ്റൊന്നും നടത്താൻ പറ്റുന്നില്ല. ഓക്കെ, അതുപോലെ കറൻസീൻ്റെ ഫ്രീ കൺവേർട്ടബിലിറ്റി വലിയൊരു പ്രശ്നമാണ്. ഡോളറിന് മാത്രമേ നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുള്ളൂ, ബാക്കിയുള്ള കറൻസിക്കൊന്നും വേറെ കറൻസിയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ കഴിയുന്നില്ല. പിന്നെ ഈ ലെസ് ഡെവലപ്ഡ് കൺട്രികൾക്ക് കൊടുക്കുന്ന സഹായങ്ങൾ അത്ര പോരാ എന്നുള്ള വേറൊരു വിമർശനവും കൂടിയുണ്ട്. നിങ്ങൾക്ക് ഈ പാഠഭാഗം മനസ്സിലായി എന്നാണ് ഞാൻ കരുതുന്നത്. പരീക്ഷയ്ക്ക് നിങ്ങളത് സുന്ദരമായിട്ട് എഴുതുമെന്ന് ഞാൻ കരുതുന്നു. ഇനി എൻ്റെ കരുതൽ തെറ്റില്ല എന്നാണ് ഞാൻ കരുതുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെ മതി ട്ടാ.